എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ ചെമ്പരത്തി ചക്ക കൊണ്ടുള്ള അടിപൊളിയൊരു കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെയൊക്കെ വട്ടയപ്പം എന്ന് പറയും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പച്ചരി 5 മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചേക്കുവാണ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പച്ചരിയാണിത്. ഏകദേശം 1 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് നാഴിയരി എന്ന് വേണമെങ്കിൽ പറയാം. നാഴിയരി പച്ചരിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം അത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്കയാണ്. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചക്ക ചേർക്കുക. ഇതിപ്പോൾ 1 ഗ്ലാസ് അരിയേ ഉള്ളതുകൊണ്ട് ഞാൻ അതനുസരിച്ചുള്ള ചക്കപ്പഴവേ ചേർക്കുന്നുള്ളൂ. പിന്നെ കിണ്ണത്തപ്പത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് തേങ്ങ. വട്ടയപ്പത്തിനൊക്കെ എത്ര തേങ്ങ ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഞാനിപ്പോൾ 1 കപ്പ് അരി എടുത്തുകൊണ്ട് ഞാൻ 1 കപ്പ് തേങ്ങയും തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് വെന്ത ചോറാണ്. അത് നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 4 ചെറിയ ഏലക്കയാണ്. സാധാരണ കിണ്ണത്തപ്പത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ചേർക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിട്ട് അങ്ങ് അരയ്ക്കുവാണ്. 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കിണ്ണത്തപ്പത്തിന് ഇത് അരച്ചെടുക്കുന്നത് ശർക്കരപ്പാനിയിലാണ്. അതായത് ഞാൻ ഏകദേശം 1 കപ്പ് ശർക്കരപ്പാനി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. ഒരുപാട് നൂൽപ്പരുവും അല്ല, എന്നാൽ വളരെ തിന്നുമല്ലാത്ത രീതിയിലുള്ള ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ച് കൂടെ ചേർക്കാവുന്നതാണ്. ഞാൻ 1 കപ്പ് വരെ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ചേർക്കുന്നത്. നോർമൽ ഈസ്റ്റ് അല്ല, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് എക്സ്ട്രാ. നമുക്ക് ആ 1 കപ്പ് വെള്ളത്തിന് പകരം 1 കപ്പ് ശർക്കരപ്പാനി വേണമെങ്കിലും ചേർക്കാം. പക്ഷേ മധുരം അത് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നി. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പത്തിനുള്ള ബാറ്ററെല്ലാം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതൊരു 5 മണിക്കൂർ 6 മണിക്കൂർ വരെ 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് ഉച്ചയ്ക്ക് അരച്ചാൽ നമുക്ക് വൈകുന്നേരത്തേക്കിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതൊരു ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെയാണ് അരച്ച് വെച്ചത്. വൈകുന്നേരം 5-6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മുടെ ബാറ്റർ നല്ല പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ കിട്ടും. നമുക്കിനി ഇതിനകത്ത് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ വേണേൽ നമുക്ക് ചേർക്കാം ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചെമ്പിൽ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രം എടുക്കുന്നുണ്ട്, വട്ടപാത്രം. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ നെയ്യ് തടവി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഈ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ നമ്മളൊരു 1/2 ഭാഗം വരെ ബാറ്റർ ഒഴിക്കാവൂ, അല്ലെങ്കിൽ ഇത് വെന്തിട്ട് പൊങ്ങി മേളോട്ട് വരും. പിന്നെ നമ്മൾ കുറച്ച് അരിഞ്ഞ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ചെമ്പിൽ വെച്ചതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചക്ക അരിഞ്ഞത് ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ നമ്മളിത് വെന്ത് കഴിയുമ്പോൾ നമ്മളിത് മുറിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നമുക്കിത് ഇതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 10 മുതൽ 20 മിനിറ്റ് വരെ നല്ല തീയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പം വെന്തോ നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. നമ്മുടെ വട്ടയപ്പം ഇപ്പോൾ തന്നെ അടിപൊളിയായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് എത്ര സോഫ്റ്റാണെന്ന് കണ്ടോണേ. വളരെ സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലാണ് ഇരിക്കുന്നത്. വാവ്, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ ചക്കയുടെയൊക്കെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി ഡിഷുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.